ടീച്ചേഴ്സ് ടിപ്സിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത് 69 ഡിവൈഡ് ബൈ 29. രണ്ടും 2 ഡിജിറ്റ് നമ്പറാണ്. അപ്പോൾ നമുക്ക് ക്വസ്റ്റ്യൻ റോഡിലേക്ക് ക്വസ്റ്റ്യൻ പ്ലേസ് ചെയ്യണം. അതിനുവേണ്ടി നമ്മൾ ആദ്യം എന്ത് ചെയ്യുക, നമ്പർ ഓഫ് ഡിജിറ്റ് ഓഫ് ഡിവിഡൻഡ് മൈനസ് നമ്പർ ഓഫ് ഡിജിറ്റ് ഓഫ് ഡിവൈസർ -1 ആണ്. അപ്പോൾ രണ്ടും 2 ഡിജിറ്റ് വരുന്നുണ്ട്. 2 - 2 0 ആണ്, -1. അപ്പം -1 റോഡിലായിരിക്കും നമ്മൾ ക്വസ്റ്റ്യൻ പ്ലേസ് ചെയ്യേണ്ടത്. -1 റോഡ് എന്ന് പറയുന്നത് നമ്മുടെ ഇത് ഫസ്റ്റ് റോഡ്, ഇത് 0 റോഡ്, ഇവിടെയാണ് -1 റോഡ്. അപ്പോൾ ഇവിടെ നമ്മൾ 69 എന്ത് ചെയ്യണം, പ്ലേസ് ചെയ്യണം. 69 ഇവിടെ ക്വസ്റ്റ്യൻ പ്ലേസ് ചെയ്യാം. ഇനി നമുക്ക് ആൻസർ റോഡ് കണ്ടുപിടിക്കണം. ആൻസർ റോഡ് കണ്ടുപിടിക്കാൻ അപ്പോൾ ആദ്യത്തെ രണ്ട് ഡിജിറ്റും തമ്മിൽ കമ്പയർ ചെയ്യണം. ഡിവിഡൻഡിൻ്റെ ഫസ്റ്റ് ഡിജിറ്റും ഡിവൈസറിൻ്റെ ഫസ്റ്റ് ഡിജിറ്റും കമ്പയർ ചെയ്യുന്ന സമയത്ത് നമുക്കറിയാം ഡിവൈസറിനേക്കാൾ വലുതോ ഈക്വലോ ആണെങ്കിൽ ജമ്പ് ചെയ്യണമെന്നും ചെറുതാണെങ്കിൽ ജമ്പ് ചെയ്യേണ്ട. അപ്പോൾ 2നേക്കാൾ വലുതാണ് 6. അപ്പോൾ എന്തായാലും ജമ്പ് ചെയ്യണം. ജമ്പ് ചെയ്യണം എന്ന് ഉദ്ദേശിക്കുന്നത് ക്വസ്റ്റ്യൻ്റെ തൊട്ടടുത്ത് ആൻസർ ചെയ്യാൻ പാടില്ല, ഒരു റോഡ് മാറിയായിരിക്കണം ആൻസർ പ്ലേസ് ചെയ്ത് തുടങ്ങുന്നത്. അപ്പോൾ എവിടെയാണ് ആൻസർ റോഡ് കിട്ടിയത്? ഇപ്പോൾ നമുക്ക് വരുന്നത് ഫസ്റ്റ് റോഡിലാണ്. ഫസ്റ്റ് റോഡിലാണ് ആൻസർ റോഡ് കിട്ടിയെങ്കിൽ അതിൻ്റെ തൊട്ടടുത്തുള്ള രണ്ട് റോഡുകളായിരിക്കും നമുക്ക് ക്വസ്റ്റ്യൻ റോഡായിട്ട് നമ്മൾ സെലക്ട് ചെയ്യാം. അപ്പോൾ നമുക്ക് ക്വസ്റ്റ്യൻ റോഡ് സെലക്ട് ചെയ്യുന്ന സമയത്ത് 6 ആണുള്ളത്. ഈ 6ൽ ഡിവൈസിൻ്റെ ഫസ്റ്റ് ഡിജിറ്റ് എത്ര ടൈംസ് എന്നാണ് ചെക്ക് ചെയ്യുക. 6ൽ നമുക്കറിയാം 3 ടൈംസ് ആണ്. അപ്പോൾ നമ്മൾ ആൻസർ റോഡ് ഇതായതുകൊണ്ട് ഇതിൽ നമ്മൾ 3 എന്ത് ചെയ്യും, മാർക്ക് ചെയ്യും. 3 × 2, അതായത് ഡിവൈസിൻ്റെ ഫസ്റ്റ് ഡിജിറ്റ് മൈൻഡിലാണ് വെക്കേണ്ടത്. നമ്മുടെ ഈ ഫസ്റ്റ് റോഡിലെ 3 എന്ത് ചെയ്യണം, ഡിവൈസിൻ്റെ ഫസ്റ്റ് ഡിജിറ്റ് ആയിട്ട് മൾട്ടിപ്ലൈ ചെയ്യുക. അപ്പോൾ 3 × 2 6 ആണ്. ഈ 2 നമ്മൾ മൈൻഡിൽ വെക്കുന്ന നമ്പറാണ്. 3 × 2 6 എന്ത് ചെയ്യണം, നമ്മൾ ഈ ക്വസ്റ്റ്യൻ റോഡിൽ നിന്ന് ലെസ് ചെയ്യണം. അപ്പോൾ 6 മീൻസ് 0, 6 ആണ്. 6 ഈ 6 നമ്മൾ ഇവിടുന്ന് ലെസ് ചെയ്തു. എവിടെയാണ് എൻഡ് ചെയ്തത് അതും തൊട്ടടുത്ത റോഡാണ് നമ്മുടെ ക്വസ്റ്റ്യൻ റോഡ്. അപ്പോൾ നമുക്ക് ഇനി വരുന്നതിൽ 09 എന്നുള്ളത് ഓർമ്മിക്കുക, 9 ആണ് കയ്യിലുള്ളത്. പക്ഷെ നമ്മൾ എന്ത് ചെയ്യണം, ഈ ആൻസർ റോഡിലെ ബീഡ്സ് നമ്മുടെ ഡിവൈസിൻ്റെ സെക്കൻഡ് ഡിജിറ്റുമായിട്ട് മൾട്ടിപ്ലൈ ചെയ്തിട്ട് കിട്ടുന്ന നമ്പർ എന്ത് ചെയ്യണം, ഇതിൽ നിന്ന് ലെസ് ചെയ്യണം. അപ്പോൾ 3 × 9 27 ആണ്. നമുക്കിവിടെ 27ന് പകരം 9 ഉള്ളത്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, റീസ്റ്റോർ ചെയ്യണം. അതായത് ഇവിടുന്ന് 1 ലെസ് ചെയ്യുക, ഒരു റോഡ് മാറി എന്ത് ചെയ്യണം, ഡിവൈസിൻ്റെ ആദ്യത്തെ ഡിജിറ്റ് ആഡ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇവിടെ 2 കിട്ടി. ഡിവൈസിൻ്റെ ആദ്യത്തെ ഡിജിറ്റ് 2 നമ്മളിവിടെ ആഡ് ചെയ്തു. ഇനി എന്ത് ചെയ്യണം, ഈ 2ന് ആൻസർ റോഡിൽ എത്രയാണോ ബീറ്റ്സ് വരുന്നത് അതിനെ നമ്മൾ എന്ത് ചെയ്യും, വീണ്ടും ഡിവൈസിൻ്റെ സെക്കൻഡ് ഡിജിറ്റ് ആയിട്ട് മൾട്ടിപ്ലൈ ചെയ്യണം. ഇപ്പോൾ 2 × 9 18 ആണ്. 18 നമുക്ക് ഇവിടുന്ന് ലെസ് ചെയ്യാൻ പറ്റും. ഇവിടുന്ന് 18 തന്നെ, ഇവിടുന്ന് 1ഉം ഇവിടുന്ന് 8 ലെസ് ചെയ്യണം. നമുക്ക് വരുന്ന ആൻസർ 2 വന്നു. പിന്നെ 11 ആണുള്ളത്. ഈ 11 എന്ന് പറയുന്ന സംഭവം നോക്കുക, നമുക്കറിയാം ഡിവൈസിനേക്കാൾ ചെറുതാണ്. എപ്പോഴാണ് ഡിവൈസിനേക്കാൾ ചെറിയ നമ്പർ വരുന്നത്, അപ്പോൾ നമ്മൾ ക്വസ്റ്റ്യൻ സ്റ്റോപ്പ് ചെയ്യും. കാരണം നമ്മൾ 2നെയും ഡിവൈസിൻ്റെ ആദ്യത്തെ ഡിജിറ്റ് 2നെയും 9നെയും പരിഗണിച്ചിട്ടുണ്ട്. അപ്പോൾ അത് 2 ഡിജിറ്റും കഴിഞ്ഞാൽ നമ്മൾ എന്തെങ്കിലും വീണ്ടും ചെക്ക് ചെയ്യുക. ബാക്കി വരുന്ന ക്വസ്റ്റ്യൻ ഡിവൈസിനേക്കാൾ ചെറുതാണെന്ന് ചെക്ക് ചെയ്യുക. ചെറുതാവുന്ന സമയത്ത് നമ്മൾ ഡിവിഷൻ ഇവിടെ സ്റ്റോപ്പ് ചെയ്യും. നമുക്ക് ഇതിൻ്റെ ആൻസർ വരുന്നത് 2 റിമൈൻഡർ 11 ആണ് ആൻസർ വരിക. കാരണം ഇവിടെ 2 ഉണ്ട്, ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യാം, 11 ബ്രാക്കറ്റ് ക്ലോസ് ചെയ്യാം. 2 റിമൈൻഡർ 11 ആണ് ഇതിൻ്റെ ആൻസർ.